അപ്പൊ ഞങ്ങള് ജുബൈയിൽ നിന്ന് വിടുകയാണ്. നിങ്ങൾ ഇന്നലെ നടന്ന ഗല്ലികളൊക്കെയാണിത്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ സിമെന്റ് ഫാക്ടറി ഇതാണ്. നമ്മള് കുവൈറ്റിലെ KOC ഒന്നുമല്ല അല്ലേ? നമ്മൾ ഈ പാലത്തിലേക്ക് എത്ര മിനിറ്റ് ഉണ്ട്? മക്ക ഈ റൂട്ടാട്ടോ. മക്ക ഇങ്ങോട്ടാ. ഇത് അൽക്കോബാർ നേരെ, ബഹ്റൈൻ നേരെ, അസീസിയ നേരെ. ഇത് ദമാം സെൻട്രൽ തന്നെയല്ലേ ഇത്? നമസ്കാരം. നമ്മൾ സൗദി അറേബ്യയിലെ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഇന്നലെ നമ്മൾ കുവൈറ്റിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇവിടെ സൗദിയിലേക്ക് വന്നു. ആ ഒരു യാത്രയ്ക്ക് നമുക്ക് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റില്ല, കാരണം ഇന്നലെ നമ്മൾ കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ട സമയം കുറച്ച് ലേറ്റായി പോയി. എന്നാലും നമ്മൾ ഇന്നലെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മളിവിടെ ജുബൈലിലെത്തി. ആ ബോർഡർ ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ഒരു സ്വീകരണം, ആ ഒരു വെൽക്കമിങ്ങും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത് നമ്മൾ ഇവിടെ ഇതാണല്ലോ ജുബൈലിലെ ഈ ഒരു സ്ഥലത്താണ് ഇന്നലെ നമ്മൾ റൂം എടുത്ത് താമസിച്ചത്. ബിനയ തമ സർവീസ് അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവിടെ നിന്നും ദമാമിലെ അൽക്കോബാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് യാത്ര തുടരുന്നതിൻ്റെ മുമ്പേ ഇന്നലെ നമ്മൾ താമസിച്ച ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റിലെ ഇതിലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ രാത്രി ഒരുപാട് ഞങ്ങൾ റൂം തിരഞ്ഞ് നടന്ന് അവസാനം കിട്ടിയതാട്ടോ. ഇതുണ്ടോ? ഇതാണ് നമ്മളെ റിസപ്ഷനിലെ ആൾ കേട്ടോ. ഹായ്, എവറിയോ? യു ആർ ഫ്രം Egypt. Egyptian. Pharaohs. ഓക്കെ. Grandchild of Pharaohs. ഇതുണ്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ജ്യൂസ് കാര്യങ്ങൾ, കോഫി, ചായ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ, കൂൾ വാട്ടർ, ഹോട്ട് വാട്ടർ എടുക്കാനുള്ള മെഷീൻ കാര്യങ്ങൾ. ഇതാണ് നമ്മളെ റൂം കേട്ടോ. 102 വരുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ, TV കാര്യങ്ങൾ. ഷുഗർക്കാ റെഡിയല്ലേ? ഫ്രിഡ്ജ്, വലിയൊരു ഫ്രിഡ്ജ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ഫ്രിഡ്ജ്, ലിവിങ് ഏരിയ. ഹായ്, കുളിച്ചോ? കുളിച്ചില്ലേ? സോഫ സെറ്റ് കാര്യങ്ങൾ, കെറ്റില്, കോഫി ബാഗ്സ്, ടീ ബാഗ്സ് കാര്യങ്ങളൊക്കെ അത്രയുണ്ട്. പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇത് ബാത്റൂമാണ്. ബാത്റൂമൊക്കെ ഒരു ആവറേജ് സെറ്റപ്പ് ഉള്ളൂ കേട്ടോ. പിന്നെ കിച്ചൺ ഇതിൽ പിന്നെ ഒരു ഇലക്ട്രിക് അടുപ്പ്, അതുപോലെ തന്നെ ഭക്ഷണം ചൂടാക്കുള്ള ഓവന് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കേട്ടോ. ഇതാണ് ബെഡ്റൂം. വലിയൊരു ഡബിൾ സൈസ് ബെഡ്, വാർഡ്രോബ് ഇവിടെ ഉണ്ട്. വാർഡ്രോബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ സെറ്റപ്പ്. പൈസയൊക്കെ വെക്കാനുള്ള ലോക്കറുണ്ട്. പിന്നെ എന്താണ് ഇതാ ഹാങ്ങർ കാര്യങ്ങൾ, അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ കാര്യങ്ങൾ. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്ട്രാ ബെഡ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെയുണ്ടൊരു ഡ്രസ്സിങ് ടേബിൾ, മിറർ, ഇത്രയും സാധനങ്ങൾ കേട്ടോ. അടിപൊളി അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ സർവീസും ഇവിടെ വെൽക്കമിങ്ങും അതൊക്കെ ഉണ്ട് കേട്ടോ. എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. 150 റിയാലിനാണ് ഞങ്ങൾ ഇന്നലെ എഴുതെടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജുബൈയിൽ നിന്നും അൽക്കോബാർ വരെയുള്ള യാത്രയുണ്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ. എങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നതെന്ന് അറിയണമല്ലോ. ജംഷി രാവിലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ചായയും കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജ്യൂസ് ഇപ്പോൾ കുടിക്കാൻ പറ്റില്ല അല്ലേ? ജ്യൂസ് വേണ്ട, ഷുഗർ ഉണ്ടായിക്കോട്ടെ. താങ്ക് യു. റൂം വെക്കറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങിയത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെ വന്ന വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. മസ്ത CX-9 ഇതാണ് കേട്ടോ വണ്ടി. നമ്മൾ താമസിച്ച ഹോട്ടൽ അതാണ്. വണ്ടി പാർക്കിംഗ് ഇന്നലെ ഇവിടെ കിട്ടിയത്. ഷുക്കൂർക്ക. ഹായ്. അപ്പൊ ഞങ്ങള് ജുബൈയിൽ നിന്ന് വിടുകയാണ്. ഇനി ബഹ്റൈൻ ലക്ഷ്യമാക്കി പോവുകയാണ്. ബഹ്റൈൻ ലക്ഷ്യമാക്കിയിട്ടാണ് പോണത്. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇവിടെ അൽക്കോബാറിൽ നമുക്ക് അങ്ങോട്ടുള്ള വേറൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരിട്ട് പോണത് ബഹ്റൈനിലേക്കാണ്. കുറുക്ക നമ്മുടെ ഹോം സിനിമയൊക്കെ കാണുന്ന ആളുകൾക്ക് അത്ര സുപരിചിതമായ മുഖമാണ്. ഒരുപാട് വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ ഒരുമിച്ചുള്ളൊരു യാത്ര ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നമുക്കിനി എന്താണ് അടുത്ത നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അൽക്കോബാറിലേക്കുള്ള യാത്ര. അൽക്കോബാറിലേക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബഹ്റൈൻ. വെള്ളിയാഴ്ചയാണ് ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഇവിടെ എല്ലാ റോഡുകളൊക്കെ ഇങ്ങനെ കാലിയായിട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഇന്ന് പാർക്കിംഗ് നോർമലി ഇവിടെ പാർക്കിംഗ് ഫീസ് ഇവിടെ വെള്ളിയാഴ്ച അതിന്റെ പേരിൽ ഫ്രീസാണ്. പാർക്കിംഗ് പേയ്മെന്റ് പാർക്കിംഗ് മൊത്തം. എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. അത് പ്രത്യേകിച്ച് ഫൈന് കാര്യങ്ങളൊന്നും കിട്ടൂല എന്നാ പറഞ്ഞു ഇന്നലെ. ഇങ്ങോട്ട് 1-2 ഹോട്ടലിലെ സ്റ്റാഫ് പറഞ്ഞു. അങ്ങനെ മെയിൻ റോഡിലുണ്ടാവുമോ? ഭയങ്കര വെയിലല്ലേ രാവിലെ തന്നെ. സൗദി നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു അല്ലേ? നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം ഒരുപാട്. അതെ. ഇന്നലെ മറ്റേ എന്താ പറയുക, ബോർഡറിലെ പോലീസുകാരൻ ഫിംഗർ പ്രിന്റ് എടുക്കുന്ന സ്ഥലത്ത്
പക്ഷെ അതൊക്കെ ഇപ്പം വന്ന മാറ്റാണ് കേട്ടോ ഈ ഒരു വർഷം അല്ലേ ഷുക്കൂർക്ക ഒരു വർഷത്തിനുള്ളിൽ വന്ന പക്ഷെ ആളുടെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജന്മനാളുള്ളതാണ്. മുമ്പ് പറയുന്നതൊക്കെ ഇവിടെ 1-2 വാഷ്റൂം ഉണ്ടാവും ബോർഡറിൽ അല്ലേ? മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ? 1-2 വാഷ്റൂം ഒക്കെയാണ്. ഇതിപ്പോ നമ്മള് നിന്ന സ്ഥലം തന്നെ കേട്ടോ. അല്ല ഇത് ഈ മേലെ കാണുന്നത് നമ്മള് നിന്ന ഹോട്ടൽ. ഇതല്ലേ? പക്ഷെ ഈ സാധനം നമ്മൾ കണ്ടില്ലല്ലോ ഇന്നലെ. പക്ഷെ നമ്മൾ ഇന്നലെ അവിടുന്ന് നേരെ ഈ റോഡിന് നമ്മൾ ബാക്കിലേക്കല്ലേ പോയത്. നമുക്ക് ഇവിടുന്ന് യൂട്ടെടുത്തല്ലേ പോണ്ട്. ഇവിടുന്ന് യൂട്ടെടുത്ത് അങ്ങോട്ടല്ലേ പോണ്ട്. അല്ല നമ്മൾ അവിടുന്നാ വന്നത് ഇന്നലെ ആ റോഡിൽ. നമുക്ക് അങ്ങനെ പോയോക്കാം. അങ്ങനെ ബാക്കി കൂടിയല്ലേ വന്ന സ്തൂപം നോക്കി ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഹോട്ടലിന് സിഗ്നൽ ഞാൻ ആദ്യമായിട്ടാണ്. അതും കാണിക്കാം നമുക്ക്. ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ സെന്റർ. സിഗ്നലിന്റെ ടൈമൊക്കെ കൂടുതലല്ലേ കുവൈറ്റിനെ അപേക്ഷിച്ച് അല്ലേ? ഞങ്ങളെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട് മക്ക എന്ന് പറഞ്ഞിട്ട്. അത് ഒരു മലയാളി റെസ്റ്റോറന്റ് ഇറങ്ങിയതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും മലയാളി ഒരു ടച്ച് വേണം നിർബന്ധം. പക്ഷെ വണ്ടി ഇവിടെ ഒരു മലയാളി സൂപ്പർ മാർക്കറ്റ് ആണ്. മലയാളി ടേസ്റ്റ് ഉള്ള അവിടെയാണ് ആ മൂല കോർണറിലാണ്. അങ്ങനെ നടക്കാറ്. നല്ല രാത്രി ഞങ്ങൾ റൂം അന്വേഷിച്ച് നടന്ന സ്ട്രീറ്റാണ് കേട്ടോ അത്. അൽ ഷെയ്ഖി ഹോട്ടൽ. ഇന്നലെ നമ്മളിവിടെ ഈ ഹോട്ടൽ ഓർമ്മയുണ്ടോ? ഈ ഹോട്ടൽ ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഇന്നലെ ഇവിടെ റൂം കിട്ടാൻ വേണ്ടി ഇവരുടെ കാല് പിടിച്ചു. ഇല്ലായിട്ടാണ്. പക്ഷെ ഒരാൾ നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിന് വേറൊരാള് ചെക്കൗട്ട് ചെയ്തിട്ട് തരാമെന്നാണ് അവർ പറഞ്ഞത്. അന്നേരം ഇറങ്ങിപ്പോയില്ലേനോ ഒരു ലേഡി. പക്ഷെ അത് ക്ലീൻ ആയിട്ടുണ്ടാവില്ല. രാവിലെ തന്നെ നല്ല ദോശയും ബീഫ് ഫ്രൈയും ഓംലെറ്റും ചായ കുടിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു. നാട്ടിലൊരു ഫീൽ കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങളിനി ഇതാ ഇവിടുന്ന് നേരെ തിരിക്കാൻ വേണ്ടി പോവാണ്. വണ്ടി എടുക്കാൻ നേരെ പോവാം. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഹൈലൈറ്റ്. ഞങ്ങൾ ഇന്നലെ നടന്ന ഗല്ലികളൊക്കെയാണിത്. നമുക്ക് ഇത് കാണുമ്പോഴേ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂർ, മൈസൂർ ആ ഒരു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊരു ഗല്ലിയിലൂടെ നടക്കുന്നൊരു ഫീലില്ലേ. ബോർഡുകൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു വ്യത്യാസം കാണുള്ളൂ. ബാക്കി റോഡ് കാര്യങ്ങൾ ആളുകളും നമ്മുടെ ഇന്ത്യൻസിനാണ് കേട്ടോ കൂടുതൽ. നമ്മുടെ വണ്ടി ഇത് അവിടെ ഉണ്ട്. ഇനി എടുക്കുക പോവാം. അല്ല നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തന്നോ അവിടുന്ന്? അതെ അതെ അതെ. ഷുക്കൂർക്കൊക്കെ എവിടെ ചെന്നാലും ആരാധകരാണ്. നമ്മൾ ചിലപ്പോൾ പുറത്തോ നേരിക്കണം. വെള്ളം മേടിക്കാം. 1-2 ബോട്ടല് നമുക്ക് ഇന്നലെ സൗദിയിൽ വണ്ടി ഓടിക്കാനായിട്ട് ഇവിടെ ബോർഡറിൽ നിന്ന് നമുക്ക് കാറിന്റെ പെർമിറ്റ് തന്നതാണ് കേട്ടോ. ഇത് ഒരാഴ്ചത്തേക്കല്ല നമ്മളെടുത്ത് അല്ലേ? അതിന് നമുക്ക് കുവൈറ്റ് ദിനാർ 12 ദിനാർ കേട്ടോ ചിലവായത്. ഒരാഴ്ച സമയമുണ്ട്. അതായത് 12-ാം തീയതി നമ്മൾ എടുത്തു. 18-ാം തീയതി വരെയാണ് സമയം. സീ പോർട്ട് അല്ലേ? സൗദിയിലുള്ള ഒരു വലിയ പോർട്ടാണ് ഇത് ജുബൈൽ. കംപ്ലീറ്റ് കണ്ടെയ്നറുകളല്ലേ? നമ്മുടെ മറ്റേ വിശാഖപട്ടണം അല്ലേ? വിശാഖപട്ടണത്തിന്റെ ഇതുപോലത്തെ ഒരു ജബൽ അലി ദുബൈലല്ലേ? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണ് ബഹ്റൈനിലേക്ക്? 226 കിലോമീറ്റർ 186 കിലോമീറ്റർ. 2 അവർ അല്ലേ? 2 അവർ 26 മിനിറ്റ്. കറക്റ്റ് ടൈം എത്ര ഇപ്പോൾ? 9 ഇപ്പോൾ 9:33 ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അല്ല ഇതൊക്കെ ആദ്യമുള്ള സംഭവമാണല്ലോ. ഇഷ്ടം പോലെ അല്ലേ ഇവിടെ? ഇത് എനിക്ക് തോന്നുന്നത് സിമെന്റ് കമ്പനി എങ്ങനായിരിക്കും. ഇതോ പെട്രോളിയം റിഫൈനറാണ്.
കമ്പനി തന്നെ തോന്നുന്നു. ഇവിടുന്ന് ലോഡ് പോണ ഇതാ അതെ. സിമെന്റിന്റെ വണ്ടി കണ്ടില്ലേ, ചാക്ക് കണ്ടില്ലേ? സിമെന്റ് കമ്പനി പോലെ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് അവിടെ ദൂരെ കണ്ടോ, അവിടുന്ന് മറ്റേ ഫ്ലെയിം പോകുന്നുണ്ട്. സിമെന്റിന്റെ ബാഗ് കണ്ടോ, ഇതാ കണ്ടെയ്നർ. ആ അതെ അതെ അതെ. അല്ല തൊട്ടപ്പുറത്ത് മറ്റേതുണ്ട്, റിഫൈനറി ഉണ്ട്, അതിന് ഫ്ലെയിം പോകുന്നുണ്ടോ. എന്നാൽ നമ്മൾ ജുബൈയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകുന്നുണ്ടോ അല്ലേ. ദമാം റൂട്ടിൽ ഒരു 10 കിലോമീറ്റർ വന്നു. പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാട്ടോ ഈ കാണുന്നതൊക്കെ. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ സിമെന്റ് ഫാക്ടറി ആണ്, പക്ഷെ അതിന്റെ തൊട്ട ബാക്കിൽ ഫ്ലെയിം പോകുന്നുണ്ടോ, അത് റിഫൈനറാണ്. അത് കണ്ടോളൂ. ഒരുപാട് ദൂരത്തേക്ക് ഉണ്ട് കേട്ടോ ആ ഒരു കമ്പനി നമ്മൾ നേരത്തെ കണ്ട. ഇത് മറ്റൊരു പെട്രോളിയം കമ്പനി കേട്ടോ, റിഫൈനറിയാണ്. ഇതും വലിയ കമ്പനിയല്ലേ ജംഷി? മൊത്തത്തിലൊരു പെട്രോൾ മയം അല്ലേ. നമ്മളിപ്പോൾ വന്ന് കയറുന്ന ഏതാ ഹൈവേ അല്ലേ, ഏതാണ് നമ്പർ എത്രയാണ്? ആയിട്ടില്ല. ഇത് കാണുമ്പോൾ നമ്മൾ കുവൈറ്റിലെ KFC ഒന്നുമല്ല അല്ലേ. ദമാം നേരെയാണ് കാണിക്കുന്നത്. നേരെ കാണിക്കൂല, ഇങ്ങനെ പോകാം. നമ്മൾ ഇങ്ങോട്ടല്ലല്ലോ, നമുക്ക് അങ്ങോട്ടല്ലേ പോകണം. അങ്ങോട്ടാണ് കൊണ്ടുപോയത്. മേപ്പ് കള്ളം പറയില്ല. ഇല്ല മാപ്പല്ല, അവിടെ ദമാം എന്നുള്ള മറ്റേത് സൈൻ ബോർഡ് ഉണ്ട് അവിടെ നേരെ. റേറ്റ് അല്ലേ കണ്ടത്? അതപ്പുറത്ത് ഇവിടെ സൈൻ ബോർഡ് ഉണ്ടോ നിങ്ങള്? റേറ്റ് കാണാം, ആരമാർക്ക് റേറ്റ് കാണാം. കണ്ടില്ല. 1 മണിക്കൂർ 56 മിനിറ്റുള്ളൂ കേട്ടോ പാറയിൽ കത്താൻ. എത്ര? 1 മണിക്കൂർ 56 മിനിറ്റുള്ളൂ, 161 കിലോമീറ്റർ. സൗദിയിലെ ജുബൈലിൽ നിന്നും അതിമനോഹരമായ ഒരു പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങളിതാ പുറപ്പെടുമ്പോൾ നേരെ നമ്മുടെ ബഹ്റൈൻ ലക്ഷ്യമാണ്. ഷുക്കൂർഖാന്റെ വേഗത്തിലുള്ള പക്ഷെ ഷുക്കൂർഖാന്റെ കൂടെ ഒരു യാത്ര അല്ലേ. പോകുന്നിടത്തല്ല ഷുക്കൂർഖാന്റെ ഫോളോവേഴ്സും ഫാൻസും. അല്ല ഇടയ്ക്ക് ഷുക്കൂർഖാൻ. പക്ഷെ നമുക്ക് വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഷുക്കൂർഖാക്ക് മാത്രം അറ്റൻഷൻ കിട്ടുന്നുള്ളൂ. അതെ, ഇടയ്ക്ക് ആരാധകരെ തട്ടിക്കൊണ്ടു. അതാ ഞങ്ങളെ കൂടി കോപ്പി ചെയ്യും. വിന്റർ ആണെങ്കിലും തണുപ്പ് തീരെ ഫീൽ ചെയ്യുന്നില്ലേ. എൻ്റെ അഭിപ്രായത്തിൽ വൈകുന്നേരം ആയിരിക്കും, വൈകുന്നേരം മാത്രമാണ് തണുപ്പ്. സൈഡിൽ വലിയ റിവർ ഉണ്ടല്ലോ. കുറേ നേരമായിട്ടോ നമ്മൾ ഇതുപോലെ വിജനമായിട്ടുള്ള പ്രദേശത്ത് കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന. റോഡിൻ്റെ അറ്റം കണ്ടോ, ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ റോഡിൻ്റെ അറ്റം കാണാനായി പറ്റുന്നുണ്ട്. ഇവിടെ അടിപൊളി ഒരു ലേക്ക് കണ്ടോ, സൂപ്പർ വ്യൂ. ദേശാടന പക്ഷികൾ ഇറങ്ങുന്ന സമയം കേട്ടോ, അടിപൊളി ലേക്ക് അല്ലേ. ഒരുപാട് നേരമായിട്ടോ ഇതേ കാഴ്ചകൾ കാണുന്നു. വെറും എന്താ പറയുക, മരുഭൂമി പ്രദേശങ്ങളാണ്. ഇതെന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോറടിക്കും അല്ലേ ഷുക്കൂർക്ക? ബോറടിക്കണ്ടോ അതെന്നെ കണ്ടിട്ട്? ഒരു ബോറുമില്ല. ജംഷി എന്താണ് യാത്ര? യാത്രയെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞാല് ഞങ്ങൾ കൂടെ വന്നില്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇവിടെ ആ സൈഡിലുണ്ടോ കംപ്ലീറ്റ് എന്താ പറയുക, ക്യാമ്പിംഗ് ആണ്. ശരിക്കും ഇവിടെ ഉള്ളത്ര ജനങ്ങളെ ഒന്നുകൂടി താമസിപ്പിക്കാനുള്ള ഒരു ലാൻഡ് ഇഷ്ടം പോലെയല്ലേ ഇവിടെ ഉള്ള പ്രവാസികൾക്ക് മൊത്തത്തിൽ US ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു ഗ്രീൻ കാർഡ് എന്തെങ്കിലും ഒരു സംവിധാനം അവർ കൊണ്ടുവരും കേട്ടോ ഫ്യൂച്ചറിൽ. അടുത്തൊരു ലേക്ക് കേട്ടോ, ബ്യൂട്ടിഫുൾ ലേക്ക് ഇൻ സൗദി അറേബ്യ. ഇതോ
ഫീച്ചേഴ്സിനേക്കാളും കുറവായിരിക്കും എന്തായാലും. നെറ്റില്ല നിങ്ങളെ നെറ്റിലെ ഫോണിൽ. അങ്ങനെ നമ്മൾ ദമാം ടൗണിൽ എത്തിയിട്ടോ. ദമാം ടൗണിൽ കുറച്ച് മുന്നേ നമ്മൾ എൻ്റർ ചെയ്തു. പോരാ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന സമയത്തെ ഒരുപാട് മരുഭൂമി പ്രദേശത്തൂടെ ഇങ്ങനെ വന്നു. ഒരേ കാഴ്ചകൾ തന്നെയായിരുന്നു. നിർത്താൻ 1-2 സ്ഥലത്തൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് നിർത്താൻ പറ്റിയൊരു ഇതല്ലേ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓടിച്ചിട്ട് വന്നു. ഏകദേശം ഒരു 1-1.5 മണിക്കൂറായപ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം 100-150 കിലോമീറ്ററിനടുത്ത് ഞങ്ങൾ കവർ ചെയ്തു. ഞങ്ങൾ ചായ കുടിക്കണം, അതുപോലെ ബാത്റൂമിലൊക്കെ പോകണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. ഇവിടെ കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പോയി നോക്കാം. ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അൽക്കോബാറിലേക്ക് തിരിക്കാം കേട്ടോ. ഇവിടെ 1-2 കടകളും കാര്യങ്ങളും. വണ്ടിയിലൊക്കെ ചെയ്തോ കൂർക്കാം. പെട്രോൾ പമ്പ്. ഞങ്ങൾ ഒന്നും കൂടെ ചെറിയതായിട്ട് ചായ കുടിച്ചു. എന്താ ഈ ഒരു സ്ഥലം കേട്ടോ, ഇവിടുത്തെ ബാക്കിലുള്ള ഷോപ്പിൽ നിന്ന്. ഇനി ദമാം ടൗണ് കിടക്കില്ലോ. നമ്മൾ ഈ പാലത്തിലേക്ക് എത്ര മിനിറ്റ് ഉണ്ട്? അതിന് കുറച്ചുകൂടി പോകണം. അത് ലാസ്റ്റ് ആണ് പാലം തന്നെയാണ് ബഹ്റൈനിക്ക് കിടക്കണ വഴി. വേറെ വഴിയില്ല. കുറച്ചുകൂടിയാണ് പോയാലേ നമ്മള് അല്ല, അത് അൽക്കോബാർ കഴിഞ്ഞിട്ടല്ലേ? അങ്ങനെ അൽക്കോബാർ കഴിഞ്ഞിട്ടാണ്. ഡയറക്റ്റ് ലൈൻ മക്ക ഈ റൂട്ടാട്ടോ. മക്ക ഇങ്ങോട്ടാ ഈ സൈഡിലേക്കാണ്. ബഹ്റൈനിലേക്കുള്ള റോഡല്ലേ? അസീസിയ അജിയാൽ. മറ്റേ അവിടെ എന്തൊരു റോഡുണ്ടല്ലോ, ഓൾഡ് കഴബ റോഡ് എന്ന് പറഞ്ഞാൽ. ഹൈവേ സൂപ്പർ അല്ലേ അല്ലേ? സംഗതി ജുമാ കിട്ടണം തന്നെയാണെങ്കിൽ പിന്നെ നമ്മള് ഇവിടെ എവിടെയും തന്നെ അതാ പറഞ്ഞ ഇവിടെ എവിടെയെങ്കിലും പോകേണ്ടി വരും. കാരണം നെക്സ്റ്റ് മോസ്ക് അടിച്ച് നോക്കിയാൽ മതി. നിയർ ബൈ മോസ്ക് അടിച്ചാൽ ബഹ്റൈൻ നേരെ കാണിക്കണേ. അജിയാൽ ഡിസ്ട്രിക്ട്. നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് നമുക്ക് റീച്ച് ഔട്ട് കിട്ടില്ല. അടി നമുക്ക് മാപ്പും ഇല്ലല്ലോ. വേറെ എത്തി നമുക്ക് ആദ്യം നെറ്റ് സിം എടുക്കും. അജിയാൽ ഡിസ്ട്രിക്ട്. അതെ, നമ്മൾ ഈ എങ്ങനെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഹൈവേയിലൂടെ രാജസ്ഥാൻ മറ്റേ എന്താ പറയുക മഹാരാഷ്ട്രയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന പോലെ. പക്ഷെ റോഡുകൾ ഉണ്ടാക്കിയിട്ട് സമ്മതിക്കണം അല്ലേ? കൺസ്ട്രക്ഷനൊക്കെ നല്ല സൂപ്പർ. ഒന്നാമത് ഇവിടെ നല്ല ഇതുണ്ടല്ലോ, സ്പേസ് ഉണ്ടല്ലോ, ലാൻഡ്. നമ്മുടെ നാട് പോലെ അല്ലല്ലോ. നിയർ ബൈ മോസ്കോ. നിയർ ബൈ മോസ്ക് കാണിക്കണം. ഓക്കെ, 11:30 അവിടെ എത്തും. അപ്പോൾ ഷാർപ്പ് ടൈമാ. 12 മണിക്ക് നമുക്ക് നിസ്കരിച്ചിറങ്ങാം അവിടെ നിന്ന് അല്ലേ? അൽക്കോബാറിലെ പള്ളിയിലാ പോകുന്നത്. അൽക്കോബാർ നേരെ, ബഹ്റൈൻ നേരെ, അസീസിയ നേരെ. ഇവിടെ എന്തോ കാര്യപ്പെട്ട ബോർഡ് ഉണ്ട് കേട്ടോ. ഇത് ബഹ്റൈൻ എത്ര കിലോമീറ്റർ? ബഹ്റൈൻ ദഹ്റാൻ വലിയൊരു സിറ്റി. അസീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അസീസിയ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. ദഹ്റാൻ വലിയൊരു സ്ഥലമല്ലേ? ദമാം പോലെ തന്നെ ഉള്ള ടൗൺ അല്ലേ ഷുക്കൂർക്ക? ദഹ്റാനോ? എന്തായാലും ഞാൻ അരമസിന്റെ ഓഫീസൊക്കെ ഉണ്ട്, വെയർ ഹൗസ് ഉണ്ട് അവിടെ വലിയ. അസീസിയ അതാ വീണ്ടും അരാംകോ ഇതാ, അരാംക കോബാർ ഗേറ്റ്. അരാംക കമ്പനി ഇവിടെ എങ്ങനെയാണ്? അതാ ഞാൻ പറഞ്ഞത്. അരാംകോ അതെനിക്ക് അപ്പൊ കിട്ടില്ല. സൗദിയിലെ അരാംകോന്റെ മെയിൻ ഇത് ഇവിടെയാണ് അൽക്കോബാറില അല്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ അൽക്കോബാർ ഞാൻ അരാംകോ ഈ ക്യാൻപീസി മാതിരിയാണ് പെട്രോളിയം കമ്പനി. അതെ അതെ അതെ, ഇവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയാണല്ലോ, വേൾഡിൽ നമ്പർ 2 ആണ്. ഇവിടുന്ന് നമുക്ക് റൈറ്റ് വരുന്നുണ്ട് കേട്ടോ. റൈറ്റ് വന്നിട്ട് ലെഫ്റ്റിലേക്ക് അസീസിയ റൈറ്റ് പിടിക്കാനാ? ഇപ്പൊ ഞാൻ ലൊക്കേഷൻ ഇട്ടിക്കണേ. പള്ളി അതാ അവിടെ ഒരു ഇത് കാണും. അവിടെ ഒരു പള്ളിന്റെ ഇത് കാണുന്നുണ്ട്. റൈറ്റ് ഇവിടെ ജുമാ ഉണ്ടോന്നുള്ള അന്വേഷിക്കാം. വലിയ പള്ളിയാണല്ലോ. കാണിക്കണത് വേറെയാണ്, കാണിക്കണത് വേറെയാണ്. ജുമാ നേരല്ലേ? നേരെ പോട്ടെ. നേരെ ഇവിടെ ഒന്ന് സ്ലോ ആക്കി ആ പള്ളിന്റെ അടുത്ത് അവിടെ ജുമാ ഉണ്ടോന്ന് അന്വേഷിക്കാം. ഇവിടെ ഒന്ന് ചവിട്ടിട്ട്
നമ്മൾ കണ്ട്. ടാക്സി ഓടിക്കുന്നതല്ലാന്നുണ്ട് ബഹ്റൈനിലേക്കാണോ? കുറച്ച് ഇതല്ലേ ഇതാണോ? ഇവിടെ ജുമ ഉണ്ടോന്നല്ലേ? ഉണ്ടെന്ന് തോന്നുന്നല്ലേ ജുമ? ഇവിടെ ഉണ്ട്. ആളെല്ലാം കാണുന്നുണ്ട്. അവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ. കുറച്ചുകൂടി മുന്നോട്ട് ഇല്ല ഇവിടെ തന്നെ പാർക്കിംഗ്, ഇവിടെ തന്നെ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഉണ്ടോ പാർക്കിംഗ്? എന്താ അവിടെ കാണിക്കുന്നത്? അവിടെ ആ എൻഡിൽ ആ വൈറ്റ് കാറില്ലേ എന്നോട് കാണിക്കുന്നുണ്ട്. ഇത് ദമാം സെൻട്രൽ തന്നെയല്ലേ ഇത്? ആ ദമാമാണത്. അല്ല സെൻട്രൽ എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല, ഞാൻ അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. എന്താ ഇവിടെ ഇടാലോ, ഇവിടെ ഇടാലോ ഈ ഗ്യാപ്പിൽ വീടിന്റെ ഗേറ്റ്, വീടിന്റെ ഗേറ്റാണ്. കുഴപ്പമില്ല, സ്ഥലം ആ കാറിൽ ആ വൈറ്റ് അല്ല ആ വൈറ്റ് കാറില്ലേ അവിടെ ആ ഗ്യാപ്പിൽ ഇടാലോ. നമുക്ക് എടുത്ത് പോകാൻ പറ്റണം. വയ്യ ബ്ലോക്കായി പോകും. എന്നാ പിന്നെ ഇവിടെ ഉണ്ട് മുക്കഫ് തോലി എന്നാണ് പാർക്കിംഗ്. നോ വീടിന്റെ ഗേറ്റ് അല്ലേ ഇതാ അവിടെ പാർക്കിംഗ്. വലിയ വണ്ടിയാവുന്നുണ്ടല്ലേ. വലുതാണ് കാണാൻ. നമ്മളിപ്പോൾ ദമാമിൽ എത്തി. അവിടെ നിന്ന് അൽക്കോബാറിലേക്കുള്ള റൂട്ട് മാപ്പാട്ടോ ഈ കാണിക്കുന്നത്. ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അൽക്കോബാർ എന്നാണ് ഈ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബഹ്റൈനിലേക്കുള്ള ബ്രിഡ്ജ് ഇത് കോസ് വേ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടോ, ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. എന്തായാലും ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ ആ പോയിന്റിലേക്ക് നമ്മൾ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ നിസ്കരിക്കാനായിട്ട് രണ്ടുപേരും പോയതാണ്, ഷുക്കൂർ ഭായിയും അതുപോലെ ജംഷിയും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുണ്ടോ ഈ ഒരു ഏരിയയിൽ നമ്മൾ നിർത്തിയ ഒരു ഏരിയയിലെ കാഴ്ചകളൊക്കെ ഉണ്ടത്. ഒരു അടിപൊളി മോസ്ക് ഇതാ അവിടെ ഉണ്ട് കണ്ടോ. അവിടേക്കാണ് അവർ നിസ്കാരത്തിന് വേണ്ടി പോയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സൗദി ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അതുപോലത്തെ മാറ്റങ്ങളാണ് സൗദിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടുന്ന് ആ ഒരു ബോർഡർ കഴിഞ്ഞ് ബോർഡറിൽ ചെക്കിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്താണ്. ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂട്ടിൽ. ഇപ്പോൾ നമ്മൾ ഈ വന്ന റൂട്ടിൽ പക്ഷേ കുറേയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഡിസൈഡിലൂടെയുള്ള ആ ഒരു യാത്ര അത് ഭയങ്കരമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. ഇടയ്ക്ക് വെച്ചിട്ട് എന്താ പറയുക നല്ല ലേക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ലേക്കുകൾ. അപ്പോൾ ഈ വിൻ്റർ സീസൺ ആയത് കാരണം തന്നെ ഈ എന്താ പറയുക പക്ഷികൾ, ഈ ദേശാടന പക്ഷികളൊക്കെ വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ അവിടെയൊക്കെ നിർത്തി ക്യാമ്പ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ താമസിച്ചിട്ട് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. നമ്മൾ പിന്നെ അത് ഒരു ഷോർട്ട് പീരീഡിലുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളൊന്നും നിർത്തിയിട്ട് നമ്മൾ അങ്ങനെ വൈഡായിട്ടുള്ളൊരു എക്സ്പ്ലോറേഷനൊന്നും ഈ ഒരു യാത്രയിലില്ല. പോകുന്ന വഴിയുള്ള കാഴ്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അവർ വരട്ടെ, വന്നിട്ട് നമുക്ക് നേരിട്ട് അൽക്കോബാർ പോകും. അവിടുന്ന് നമ്മൾ ബഹ്റൈനിലേക്ക് ഉള്ള എൻട്രിയാണ്. പക്ഷെ അത് എത്രത്തോളം അത് പറ്റും എന്നുള്ളത് ഒരു ഉറപ്പില്ല കേട്ടോ. ഈ സൗദിയിലെ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ടല്ലോ, 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉള്ളവർക്ക് അവിടെ കയറാൻ പറ്റും. അതുപോലെ തന്നെ കുവൈറ്റിൽ ഐ ഡി പ്രൂഫുള്ളവർക്കും അവിടെ കടത്തി വിടുന്നുണ്ടായിരുന്നു മുമ്പേ. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ബഹ്റൈനിലായിരിക്കും.